കാസർഗോഡ് കരിന്തളം കോളേജിലെ വ്യാജരേഖ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ മുൻ SFI നേതാവ് വിദ്യ മാത്രം പ്രതി. വ്യാജരേഖ നിർമ്മിക്കാൻ വിദ്യയ്ക്ക് ആരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്ന് കണ്ടെത്തൽ. അധ്യാപക നിയമനത്തിനായി വ്യാജരേഖ നിർമ്മിച്ച് സമർപ്പിച്ചുവെന്ന് കുറ്റപത്രം. മഹാരാജാസ് വീണ്ടും തുറക്കാൻ നടപടികൾ സജീവം. വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തും. ക്യാമ്പസിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ PTA തീരുമാനം. കൊല്ലം പരവൂരിൽ ആത്മഹത്യ ചെയ്ത അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷയുടെ ശബ്ദ സന്ദേശം പുറത്ത്. ജോലി സംബന്ധമായ മാനസിക സമ്മർദ്ദം നേരിട്ടു. ഈ നശിച്ച ലോകത്ത് ഞാൻ എന്തിനും ജീവിക്കണം? സത്യത്തിൽ നീതിക്ക് ഒരു വിലയില്ലാത്തടുത്ത് ഞാൻ എന്തിനാ ഇനി നിൽക്കുന്നത്? കോൺഫിഡൻഷ്യൽ രേഖ പരസ്യമാക്കി അപമാനിച്ചതായും അനീഷ്യ. അയോധ്യയിലെ രാമക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നു. ദർശനത്തിന് വലിയ തിരക്ക്. പ്രവേശനം സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം. ഭാരത് ജോഡോ ന്യായയാത്ര ഇന്ന് ഗുവാഹത്തിയിൽ. ജനങ്ങളുമായി സംവദിക്കാൻ രാഹുൽ. പ്രസ് ക്ലബിലെ വാർത്താ സമ്മേളനത്തിന് അനുമതിയില്ല. സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് യാത്രയ്ക്ക് കനത്ത സുരക്ഷ. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇന്ത്യ സിറിയ പോരാട്ടം. മത്സരം വൈകിട്ട് 5-ന് ഖത്തറിൽ. അവസാന ഗ്രൂപ്പ് പോരാട്ടത്തിൽ ജയം ലക്ഷ്യമിട്ട് ഇന്ത്യ.